അസ്സലാമു അലൈക്കും. ഈ സ്ഥലം നിങ്ങൾക്ക് പലർക്കും കണ്ടു പരിചയം കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. അതെ, ഇത് എൻ്റെ വീഡിയോയിൽ എൻ്റെ ഗ്രാമം എന്ന് പറയുന്ന എൻ്റെ വീഡിയോയിലുണ്ടായ അതേ തളങ്കരയിലെ ഇന്നത്തെ കാഴ്ചയാണ് കേട്ടോ ഇത്. നല്ല അതിശക്തമായ മഴയാണ് നമ്മുടെ ഈ സ്ഥലത്തുണ്ടത്. അതുകൊണ്ട് തന്നെ പുഴ കവിഞ്ഞ് ഒഴുകാൻ വേണ്ടി തുടങ്ങി. നിങ്ങളെല്ലാവരും വാർത്തയിൽ കാണും ചന്ദ്രഗിരി പുഴ കര കവിഞ്ഞു എന്നുള്ള വാർത്ത. അപ്പം അതേ ചന്ദ്രഗിരി പുഴയാണ് കേട്ടോ ഈ കാണുന്നുള്ളത്. അപ്പം പോലീസ് അനൗൺസ്മെൻ്റൊക്കെയാണ്. അവിടെ അടുത്തുള്ള വീടുകളിലൊക്കെ ആൾക്കാർ മാറി താമസിക്കാൻ വേണ്ടിയിട്ട് അനൗൺസ്മെൻ്റൊക്കെ ചെയ്തു വരുന്നുണ്ട്. ഇത് ഇന്നലത്തെ വീഡിയോ ആണ്. പക്ഷേ ഇന്ന് ഇതിലും എന്താ പറയുക, ഗംഭീരമായിട്ട് വെള്ളം കര കവിഞ്ഞ് ഒഴുകുന്നുണ്ട്. അപ്പം ഇതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും ഉണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം എല്ലാവരും സുരക്ഷിതമായ സ്ഥലത്തിലേക്ക് മാറുക. അപ്പോൾ എന്തായാലും എൻ്റെ ഇന്നത്തെ വീഡിയോയിലോട്ടേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നുള്ളത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഇന്ന് കാണിക്കുന്നത് ബട്ടർ വീട്ടിൽ നിന്ന് തന്നെ എങ്ങനെ ഉണ്ടാക്കാം എന്നാണ്. അപ്പം പാലിൻ്റെ പാട നമ്മൾ നല്ല നാടൻ പാൽ വാങ്ങിയാൽ ആ പാട കളക്ട് ചെയ്ത് വെച്ചതാണ് കേട്ടോ ഇത്. ഇനി ഇതിനെ നമ്മൾ നല്ല തണുത്ത വെള്ളത്തിലിട്ടിട്ട് നമ്മൾക്ക് മിക്സിയിൽ അടിച്ചിട്ട് എടുക്കണം കേട്ടോ. അപ്പം നമ്മളിങ്ങനെ ഓരോ ദിവസം പാൽ വാങ്ങിക്കുമ്പം ആ പാലിൻ്റെ പാട ഇങ്ങനെ മാറ്റി മാറ്റി കളക്ട് ചെയ്ത് വെച്ചതാണ്. ഇനി അതിനെ നമ്മൾ ഫ്രീസറിലാണ് സൂക്ഷിക്കാറ്. പക്ഷേ നമ്മളിത് അടിക്കുന്നതിനേക്കാൾ മുമ്പ് അത് താഴെ റെഫ്രിജറേറ്റ് ചെയ്തിട്ടാണ് നമ്മളിത് അടിച്ചെടുക്കുന്നുള്ളത്. അടിച്ചെടുക്കുന്ന സമയത്ത് നല്ല തണുത്ത വെള്ളം ചേർത്തിട്ട് വേണം അടിച്ചെടുക്കാൻ. നിങ്ങൾ ഐസ് ക്യൂബ്സ് ചേർത്താൽ ഇത് കറക്റ്റായിട്ട് കിട്ടൂല കേട്ടോ. ഓരോ 30 സെക്കൻഡ് കഴിയുമ്പോഴും നമ്മൾ ഓഫ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നാലാണ് കറക്റ്റായിട്ട് നമ്മൾക്ക് ഇതൊരു കട്ടയായിട്ട് തന്നെ നമ്മൾക്ക് ബട്ടർ കയ്യിൽ കിട്ടും. ഓക്കെ, ഇനിയിപ്പം നമ്മുടെ അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിനെ കഴുകിയെടുക്കണം. നന്നായിട്ട് വാഷ് ചെയ്തെടുത്താൽ മാത്രമേ നമ്മുടെ മറ്റേ പാലിൻ്റെ മണം പോവുള്ളൂ. അതിന് വേണ്ടിയിട്ടും തണുത്ത വെള്ളമാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, എന്നിട്ട് തണുത്ത വെള്ളത്തിൽ ഇതുപോലെ നല്ല പോലെ ഉടച്ചിട്ടിട്ടാണ് കഴുകേണ്ടത്. ഇങ്ങനെ ഒരു പ്രാവശ്യമൊന്നും കഴുകിയാൽ പോരാ കേട്ടോ. നമ്മളൊരു മിനിമം 4 പ്രാവശ്യമെങ്കിലും കഴുകിയാൽ മാത്രമേ ആ ഒരു ചീത്ത മണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു പാലിൻ്റെ ഒരു കേടായതല്ല, ഒരു പാടയുടെ മണമില്ല, ആ മണം മാറിക്കിട്ടും. പിന്നെ നിങ്ങൾക്ക് ഇതിപ്പോൾ അൺസോൾട്ടഡ് ബട്ടറാണ്. നിങ്ങൾക്ക് സോൾട്ടഡ് ബട്ടർ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്യുന്ന സമയത്ത് ഒരു ഇത്തിരി ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഞങ്ങൾ അൺസോൾട്ടഡ് ആണെങ്കിൽ നമ്മൾക്ക് എല്ലാത്തിനും യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അൺസോൾട്ടഡ് ആണ് കൂടുതൽ ചെയ്യാറ്. പിന്നെ ചില സമയത്ത് ഉമ്മ പറഞ്ഞിട്ടുണ്ട് പണ്ടൊക്കെ മഞ്ഞളിട്ട് കൊടുക്കുന്നു. പക്ഷെ നമ്മുടെ പാലിന് നല്ല കൊഴുപ്പുണ്ട പാലായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല മഞ്ഞയുണ്ട്. കാരണം നാടൻ പാലിൻ്റെ പാൽപ്പാടയാണ് കേട്ടോ നീക്കി വെച്ചിട്ടുള്ളത്. ഇനി അത് കഴിഞ്ഞാൽ ഇതുപോലത്തെ നല്ല സ്റ്റീലിൻ്റെ പാത്രത്തിലോട്ടേക്ക് ഉമ്മ എടുത്ത ഫുള്ള് ബട്ടറും മാറ്റി കൊടുക്കുകയാണ്. ഇനി ഇതിന് നമുക്കൊന്ന് ലെവൽ ചെയ്തിട്ട് നമ്മൾ ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എന്താ പറയുക, നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ രൂപത്തിലുള്ള ബട്ടർ നമുക്ക് വീട്ടിൽ തന്നെ റെഡിയാക്കിയിട്ട് എടുക്കാം. ഇതെല്ലാത്തിനും യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഒരു സ്മെല്ലും ഇല്ല. നമ്മൾക്ക് ധൈര്യമായിട്ട് എല്ലാത്തിനും യൂസ് ചെയ്യാൻ പറ്റുന്ന ബട്ടർ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. പിന്നെ അത് കഴിഞ്ഞപ്പോഴാണ് ഉമ്മ എന്താ പറയുക, നല്ല മഴയായത് കാരണം തന്നെ ഇനി എല്ലാം ചീത്തയായി പോകണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മുടെ മുറ്റത്തുള്ള പച്ചമുളകൊക്കെ കട്ട് ചെയ്തെടുക്കുന്നുള്ളത്. ഉമ്മയും ഫാത്തിമയും കൂടി പോയിട്ടാണ് ഇത് ചെയ്തെടുക്കുന്നുള്ളത്. ഫാത്തിമ പാത്രം കാട്ടി കൊടുക്കുന്നു, ഉമ്മ കട്ട് ചെയ്തെടുക്കുന്നു. കുട്ടികളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ എന്താ പറയുക, എല്ലാ സങ്കടങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിലും നമുക്ക് മാറിക്കിട്ടാൻ പറ്റുന്നത്. അപ്പോൾ നമ്മളെ വീട്ടിൽ അങ്ങനെ കുറേ പച്ചക്കറികളും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. പക്ഷെ പച്ചമുളക് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കാറില്ല. ഇവിടെ വീട്ടിൽ നിന്നുള്ളത് തന്നെയാണ് നമ്മൾ എടുക്കാറ്. ആവശ്യത്തിന് നമ്മൾക്ക് കിട്ടുന്നതും ഉണ്ട് കേട്ടോ. ഇത് കശ്മീരി മുളകാണ് കേട്ടോ. അപ്പോൾ ഇതിനെ ഉണക്കിയിട്ടാണ് നമ്മുടെ കശ്മീരി റെഡ് ചില്ലി ഉണ്ടാക്കുന്നത്. പക്ഷേ ഞങ്ങൾ ഇത് പച്ചമുളകായിട്ട് യൂസ് ചെയ്താൽ തന്നെ നല്ല എരിവില്ലാത്തത് കൊണ്ട് നല്ലൊരു സാധനമാണ്. പിന്നെ ഇത് നമ്മുടെ നാടൻ മുളക്. ഇത് കാശ്മീർ മുളക്, കാശ്മീർ ചില്ലി, ഇത് നാടൻ മുളക് ഉണ്ടാകും.
ഉമ്മാൻ്റെ പച്ചമുളക് പറിക്കുന്ന വീഡിയോ എടുക്കുന്ന സമയത്താണ് എൻ്റെ കണ്ണിൽ ചീര പെടുന്നുള്ളത്. അപ്പോൾ നമ്മുടെ വളപ്പിൽ ചീര കണ്ടപ്പോൾ എനിക്കൊരു അതിശയം തോന്നി. ഇൻഷാ അല്ലാഹ് നോക്കട്ടെ, ഇത് ഫുൾ ആയിക്കഴിഞ്ഞാൽ മാത്രമേ ഇനി ഞാൻ നിങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ, ആയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. പിന്നെയെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ഒരുപാട് മഞ്ഞൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് പൊടിക്കണം, പക്ഷേ മഴ ആയത് കാരണം ഉണക്കാൻ ഇടാൻ വേണ്ടി പറ്റാത്തതുകൊണ്ട് ഇതുപോലെ ഉമ്മ വെച്ച് കൊടുത്തിട്ടാണ് ഇട്ടുള്ളത്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഇന്നത്തെ വിശേഷം എന്ന് പറയാനുള്ളത് ഗ്യാസ് വന്നു. ഇപ്പം ഗ്യാസിനെ കുളിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇപ്പോഴത്തെ കേരളത്തിൻ്റെ ഓരോ അവസ്ഥ കാണുമ്പോഴും ഇതുപോലെ കുട്ടികളുടെ വല്ല ചിരിയും കളിയൊക്കെ കണ്ടിട്ടാണ് നമ്മൾ ദിവസം നീക്കിക്കൊണ്ടിരിക്കുന്നുള്ളത്. ഒരുപാട് പ്രശ്നങ്ങളാണ് 2 ദിവസങ്ങളായിട്ട്, ഒരുപാട് സങ്കടങ്ങളായിരുന്നു നമ്മൾ ചുറ്റും കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. എനിക്കൊന്നുമില്ല പറയാൻ, ശരിക്കും പറഞ്ഞാൽ വീഡിയോ ഇടാനുള്ളതോ ഒരു മൂഡും ഇല്ല. എന്നാലും പിന്നെ ഇടണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് മാത്രമാണ് ഇപ്പം ഈ ഒരു സിറ്റുവേഷനിലൊക്കെ ചെയ്യുന്നുള്ളത്. ഒന്നേ എനിക്ക് പറയാനുള്ളൂ, നിങ്ങളെല്ലാവരും എന്താ പറയുക, സുരക്ഷിതമായ സ്ഥലത്ത് താമസിക്കാൻ നോക്കുക. കൂടാണ്ട് അനാവശ്യ യാത്രകളൊക്കെ ഒഴിവാക്കുക. വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലങ്ങളിലും മലയോര പ്രദേശങ്ങളിലൊന്നും ഇപ്പം പോവാണ്ട് കഴിവതും യാത്രകളൊക്കെ ഒഴിവാക്കുക. ഇനി നല്ലൊരു ദിവസം വന്നു കഴിയുമ്പോൾ നമുക്കെല്ലാം പോവാം. മാറ്റി വെക്കാൻ പറ്റുന്ന യാത്രകളൊക്കെ മാറ്റി വെക്കുക. അപ്പം വീണ്ടും നല്ലൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ഇറ്റ്സ് മീ നശ്വാന സൈനിങ് ഓഫ്. ബൈ, അസ്സലാമു അലൈക്കും. അതിനു മുമ്പായിട്ട് നമ്മുടെ ഇന്നലെയൊക്കെ നമ്മളെ വിട്ടുപോയ ഒരുപാട് സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടും ശ്രമിക്കാം. താങ്ക്